ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശുഭലക്ഷണനായ ലക്ഷ്മണൻ രക്താഭിഷിക്തൻ ആയിട്ടുണ്ടെങ്കിലും ഇന്ദ്രജിത്തിനെ ഘോരയുദ്ധത്തിൽ നിഗ്രഹിച്ചതിൽ ഏറ്റവും സന്തുഷ്ടനായിരുന്നു. മഹാവീര്യവാനായ സൗമിത്രി ജാംബവാനെയും ഹനുമാനെയും എല്ലാ കവിമുഖ്യന്മാരെയും കൂട്ടി അടർക്കളത്തിൽ നിന്ന് ശ്രീരാമ സുഗ്രീവന്മാർ ഉള്ള സ്ഥലത്തേക്ക് നടന്നു. ഹനുമാനും വിഭീഷണനും കുമാരനെ പിടിച്ചിട്ടുണ്ട്. അഗ്രജന്റെ തിരുമുമ്പിൽ അനുജൻ അഭിവന്ദിച്ചു നിന്നു. ഇന്ദ്രസമീപത്തിൽ ബൃഹസ്പതി എന്ന പോലെ നിൽക്കുന്ന കുമാരൻ ഘോരനായ മേഘനാഥന്റെ വധത്തെ ഞരങ്ങിക്കൊണ്ട് മഹാപ്രഭുവിനെ അറിയിച്ചു. മഹാത്മാവായ സൗമിത്രി ഭയങ്കര പോരിൽ ഇന്ദ്രജിത്തിനെ നിഗ്രഹിച്ച വർത്തമാനം അത്യാഹ്ലാദത്തോടെ വിഭീഷണൻ കാകുത്സ്ഥനെ വിവരിച്ച് കേൾപ്പിച്ചു. സുവീര്യവാനായ ശ്രീരാമചന്ദ്രൻ ഇന്ദ്രാരിവധം കേട്ട് അതുല്യ സന്തോഷത്തോടെ അനുജനോട്, കുമാര ലക്ഷ്മണ, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. രാവണിയെ ഹനിക്കുക എന്നത് അതിദുഷ്കരമായൊരു കൃത്യമാണ്. എൻ്റെ അനുജൻ അത് സാധിച്ചുവല്ലോ. ദേവൻ ഇത്രയും അരുളി ചെയ്തതോടെ സൗമിത്രിയുടെ ശിരസിൽ മുകർന്നു. ജ്യേഷ്ഠൻ വാഴ്ത്തുന്നത് കേട്ടപ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തിയ കുമാരനെ പിടിച്ച് മടിയിൽ ഇരുത്തിയ ദേവൻ ഗാഠഗാഠം ആലിംഗനം ചെയ്തു. സ്നേഹമൂർത്തിയായ അനുജനെ സ്നേഹസ്വരൂപിയായ അഗ്രജൻ വീണ്ടും വീണ്ടും തൃക്കൺ പാർത്തു. യുദ്ധത്തിലുണ്ടായ പരിക്കുകൾ കൊണ്ട് അടിക്കടി ദീർഘനിശ്വാസം ചെയ്യുന്ന ലക്ഷ്മണനെ ശിരസിൽ ചുംബിച്ചുകൊണ്ട് ശരീരം മുഴുവൻ തൃക്കരങ്ങളാൽ തലോടി. ആശ്വാസമേകുന്ന വാക്കുകൾ പുരുഷോത്തമൻ തുടർന്നു. കുമാര, ദുഷ്കരമായ കർമ്മം കൊണ്ട് മുഖ്യമംഗളമായൊരു കാര്യമാണ് നീ സാധിച്ചത്. പുത്രനെ ഇന്ന് യുദ്ധത്തിൽ വധിച്ചതുകൊണ്ട് രാവണൻ ഹതനായി കഴിഞ്ഞു. അതിരുഷ്ടനായ ആ അരക്കനെ അഗ്രഗണ്യ രിപുവായ ഇന്ദ്രജിത്തിനെ നീ നിഗ്രഹിച്ചതിനാൽ ഞാൻ ഇന്ന് വിജയിയായി. ദുരാത്മാവായ രാവണന്റെ വലത്തെ കൈയാണ് നീ വെട്ടിക്കളഞ്ഞത്. രാക്ഷസ ചക്രവർത്തിയുടെ സർവ വിജയത്തിനും ആശ്രയമായിട്ടുള്ളത് ഇവനായിരുന്നു. ഭാഗ്യദേവതയുടെ അനുഗ്രഹം എന്നിൽ പതിച്ചു. വിഭീഷണനും ഹനുമാനും വൻ കർമ്മങ്ങളാണ് യുദ്ധത്തിൽ ചെയ്തിട്ടുള്ളത്. ലക്ഷ്മണ, 3 ദിവസത്തെ ഘോരയുദ്ധം കൊണ്ട് ഇന്ദ്രജിത്തിനെ നീ വീഴ്ത്തിയല്ലോ. ഞാൻ ഇന്ന് അശത്രുവായി കഴിഞ്ഞു. പെരും പടകളോടുകൂടി ദശാസ്യൻ പുത്രനിധനം കേട്ട് ഉടനെ ഇവിടെ എത്താതിരിക്കുകയില്ല. കുമാര, മകന്റെ മരണം കൊണ്ട് മനസ്സ് വെന്തുരുകി വരുന്ന ദശഗ്രീവനെ ഞാൻ ചെറുത്തു നിൽക്കാം. അത് ശക്തിയോടെ തന്നെ ദുർജയനാണെങ്കിലും അവനെ ഞാൻ ഹനിക്കാം. സൗമിത്രി, സീതയും രാജ്യവും എനിക്കിപ്പോൾ ദുഷ്പ്രാപ്യം അല്ലാതായിരിക്കുന്നു. നാഥനായ നിന്നാൽ ഇന്ദ്രാരി ഹതനായി തീർന്നുവല്ലോ. ഇങ്ങനെ അനുജനെ ആശ്വസിപ്പിച്ച് ആലിംഗനം ചെയ്ത് രഘുപതി സുഷേണ കവിപ്രവരനെ വിളിച്ച് സസന്തോഷം പറഞ്ഞു. സന്മനസ്സോടുകൂടിയ സുഷേണ, മിത്രങ്ങളിൽ വെച്ച് അതിപ്രിയനായ സൗമിത്രിക്ക് രാവണിയിൽ നിന്ന് പല പരിക്കുകളും പറ്റിയിട്ടുണ്ട്. അവന് തികച്ചും സ്വസ്ഥതയുണ്ടാക്കത്തക്ക വിധം വേണ്ട ചികിത്സകൾ ഉടനെ ചെയ്യൂ. വിഭീഷണ ലക്ഷ്മണന്മാരുടെയും കല്ലും മരവും കൊണ്ട് യുദ്ധം ചെയ്യുന്ന ശൂരന്മാരായ വാനരന്മാരുടെയും വൃക്ഷങ്ങളുടെയും അടരാടിയ മറ്റു സൈന്യങ്ങളുടെയും പരിക്കുകൾ അതിയത്നം ചെയ്തിട്ടും സുഖപ്പെടുത്തണം. ഹരിയൂതമനായ സുഷേണൻ ദേവനിർദ്ദേശം കേട്ട ഉടനെ ഒരു മഹാ ഔഷധം നസ്യമായി ലക്ഷ്മണന് നൽകി. ആ ഗന്ധം മണത്തപ്പോഴേക്കും കുമാരൻ്റെ വേദനയെല്ലാം അകന്നു. വ്രണങ്ങൾ മുഴുവൻ നികന്ന് ഉണങ്ങിക്കരിഞ്ഞ് വടുപോലും മാഞ്ഞു. വിഭീഷണൻ തുടങ്ങിയ സുഹൃത്തുക്കൾക്കും എല്ലാ പ്ലവങ്കന്മാർക്കും സുഷേണൻ ശ്രീരാമ നിർദ്ദേശം അനുസരിച്ച് ചികിത്സ ചെയ്തു. പരിക്കുകളെല്ലാം പോയി, വേദനയെല്ലാം ശമിച്ചു. ലക്ഷ്മണൻ മുൻനിലയിലായി തീർന്നു. സൈന്യങ്ങളാൽ ആവൃതനായ ശ്രീരാമചന്ദ്രനും വാനരരാജ സുഗ്രീവനും വിഭീഷണനും വൃക്ഷനാഥനായ ജാംബവാനും ആരോഗ്യ ദൃഢഗാത്രനായ സൗമിത്രിയെ കണ്ട് അത്യന്തം സന്തുഷ്ടരായി. അതിദുഷ്കരമായ ഇന്ദ്രജിത്ത് നിധനത്തെപ്പറ്റി എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടും ദേവന് മതിയാകാത്ത പോലെ തോന്നി. അനുജന്റെ അതുല്യ യുദ്ധസാമർഥ്യത്തെ എത്ര പ്രശംസിച്ചിട്ടും മതിയാകാത്തവനായി തീർന്നു. സർവ്വവാനരപ്പടയും രാവണിയുടെ നിധനം കേട്ട് ആഹ്ലാദഭരിതരായി ആർത്തുകൊണ്ടു തന്നെ നിന്നു. രാക്ഷസേന്ദ്രന്റെ അമാത്യന്മാർ ഇന്ദ്രജിത്ത് വധം കേട്ടു. ചിലർ യുദ്ധകളത്തിൽ പോയി സത്യാവസ്ഥയാണ് ആ വർത്തമാനമെന്ന് കണ്ടു തന്നെ മനസ്സിലാക്കി. ചിലർ വധസമയത്തിലെ ദൃക്സാക്ഷികളുമാണ്. വ്യസനം കൊണ്ട് തൊണ്ടയിടറിയ അവർ, മഹാരാജാവെ, മഹോജ്വലനായ കുമാരനെ, അവിടുത്തെ ആത്മജനെ വിഭീഷണ സഖാവായ ലക്ഷ്മണൻ യുദ്ധത്തിൽ നിഗ്രഹിച്ചു. ആ ഭയങ്കര സംഭവം ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചു തന്നെ നടന്നു. യുദ്ധത്തിൽ ഒരിക്കലും പിന്മടങ്ങാത്ത മഹാശൂരൻ
ഇന്ദ്രാരിയായ അവിടുത്തെ ഓമന മകൻ തത്തുല്യശൂരനായ ലക്ഷ്മണനാൽ ഹതനായി. സൗമിത്രയ്ക്ക് ഏറ്റവും വിഷമങ്ങളേറ്റിയ യുവരാജ ഇന്ദ്രജിത്ത് അതിശ്രേഷ്ഠമായ പരലോകത്തിലേക്ക് അസ്ത്രങ്ങളാൽ ദേഹം പിളർന്നുപോയി. ഉണ്ണി ഇന്ദ്രജിത്തിൻ്റെ ഘോരവും ഭയങ്കരവുമായ ദാരുണമരണം കേട്ട ദശാനനൻ പെട്ടെന്ന് മൂർച്ഛിച്ചു വീണു. വളരെ സമയം കഴിയേണ്ടി വന്നു ഉണരുവാൻ. കൈ രണ്ടും പോയ പോലെ പുത്രശോകാധിക്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം തകർന്ന് ആ രാക്ഷസ ഋഷഭൻ, ഉണ്ണി, മഹാരഥ, സർവരാക്ഷസ പടകളുടെയും സേനാനായക, ഇന്ദ്രനെ കൂടി എത്ര എളുപ്പത്തിൽ ജയിച്ചവനാണ് നീ. എങ്ങനെയാണ് നീ ഇന്ന് ലക്ഷ്മണന് അടിപ്പെട്ടത്? നീ കോപിഷ്ഠനായാൽ കൽപ്പാന്തകാലത്തിലെ അന്ധകനെ കൂടി അമ്പുകളെ കൊണ്ട് പിളർക്കുന്നവനാണ്. നീ എങ്ങനെയാണ് ഇന്ന് ലക്ഷ്മണന് അടിപ്പെട്ടത്? മഹാഭുജനായ നിനക്ക് മൃതി പിണച്ച ധർമ്മരാജാവ് ഇന്നെനിക്ക് മാന്യനായി തീർന്നു. നിനക്ക് കൂടി മരണം വരുത്തിയല്ലോ. സ്വാമിക്ക് വേണ്ടിയുള്ള അടരിൽ ഹതനായാൽ അവൻ സ്വർഗലോകം പ്രാപിക്കും. ഇത് ആയോധന പടുക്കളായ അമരന്മാർക്കു കൂടിയുള്ള നിയമമാണ്. ദേവന്മാരും ദിക്പാലകന്മാരും മഹർഷിമാരും ഇന്ദ്രജിത്തിൻ്റെ വധം കേട്ട് നിർഭയമായി ഇന്ന് ഉറങ്ങും. ഗഹനാരണ്യങ്ങളും ഊഴിയും എല്ലാം ഒത്ത 3 ലോകങ്ങളും നീ ഒരുവൻ പിരിഞ്ഞു പോയതിനാൽ എനിക്ക് ശൂന്യമായി തീർന്നു. ഇന്ന് എൻ്റെ അരമനയിലെ അന്തപുരത്തിൽ നിന്ന് ഗിരിഗുഹകളിലെ പിടിയാനകൾ പോലെ അസുരനാരിമാർ വിലാപം മുഴക്കും. ഇളയ രാജസ്ഥാനം, ഐശ്വര്യപൂർണമായ ലങ്കയിലെ യുവരാജ പദവി, പ്രമുഖ രാക്ഷസന്മാർ, അമ്മ, ഞാൻ, ധർമ്മപത്നി എന്നിവരെയെല്ലാം ഉപേക്ഷിച്ച് കുമാര പരന്തപനായ ഉണ്ണി എങ്ങോട്ടാണ് പോയത്? വീരവീര, എൻ്റെ കാലം കഴിഞ്ഞാൽ ഞാൻ ധർമ്മരാജ മന്ദിരം പൂകിയാൽ എല്ലാറ്റിനും നാഥൻ നീ മാത്രമല്ലേ? എൻ്റെ ശേഷക്രിയ കഴിക്കേണ്ടവനാണ് നീ. ഇന്ന് മറിച്ചായി തീർന്നു. ഓമന മകനെ സുഗ്രീവൻ, സൗമിത്രി, രാമൻ എന്നിവർ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ശല്യമാണെന്ന് അറിയാമല്ലോ. ആ ഉപദ്രവത്തെ തീർക്കാതെ എന്നെ വിട്ട് നീ പോയോ? പിതാവിൻ്റെ ജീവനായ നീ എന്നെ വിട്ട് പിരിഞ്ഞത് എങ്ങനെയാണ്? ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.